അഗത്തി എന്നും വാതിലിൽ വന്ന് മുട്ടും. ജെന്നി അവൾ എന്തേലും പറഞ്ഞ് ഒഴിവാക്കും. പോകാൻ തുനിഞ്ഞ ഓസ്കാറിനെ അവൾ വഴക്ക് പറഞ്ഞു. സങ്കടപ്പെട്ട് തിരിച്ചു പോകുന്ന അഗത്തിയെ അവൻ ജനാലയിലൂടെ നോക്കി നിൽക്കും. ഒരു ദിവസം അഗത്തി കരയാണെന്ന് പറഞ്ഞ് മുത്തശ്ശി അവളെയും കൂട്ടി വന്നു. അന്നും ജെന്നി അവന് ഹോംവർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് അവളെ ഒഴിവാക്കി. അന്ന് അഗത്തി പറഞ്ഞാണ് അവന് സ്കൂളിൽ പോകുന്നില്ലെന്ന് അവളുടെ മുത്തശ്ശി അറിഞ്ഞത്. അതാകെ സ്പ്രെഡായി. പോലീസ് വന്ന് സ്കൂളിൽ ചേർക്കാത്തതിൻ്റെ കാരണം ചോദിച്ചു. ഓരോ ഹെൽത്ത് ഇഷ്യൂസൊക്കെ പറഞ്ഞെങ്കിലും ഉടനെ വിടുമെന്ന് അവർക്ക് ഉറപ്പ് കൊടുക്കേണ്ടി വന്നു. ഓസ്കാർ ഹാപ്പിയാണ്, സ്കൂളിൽ പോകാലോ. ജെന്നി അവനെ സ്കൂളിൽ കൊണ്ടുപോയെങ്കിലും ബാക്ക് പാക്ക് കൂടെ കൊണ്ടു നടക്കാൻ പറ്റില്ല എന്നറിഞ്ഞപ്പോൾ അവർ തിരിച്ചു പോന്നു. തനിക്ക് സ്കൂളിൽ പോകാൻ കഴിയില്ലെന്ന് അവനും ഉൾക്കൊണ്ട് കഴിഞ്ഞിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. അവനിപ്പോൾ ഒരു യുവാവാണ്. വീട്ടിലാണ് അവൻ്റെ പഠനമെല്ലാം. അഗത്തിയെ പിന്നീട് കണ്ടിട്ടേയില്ല. പക്ഷെ അവൾ കൊടുത്ത ബാക്ക് പാക്ക് അവൻ്റെ കൂടെ ഇപ്പോഴുമുണ്ട്. മുത്തശ്ശി മരിച്ചുപോയി. ഇന്നുവരെ അവൻ്റെ രഹസ്യം ആർക്കും അറിയില്ല. താൻ ഒരു പ്രത്യേക കഴിവുള്ള ആളാണെന്ന് ലോകം അറിയണം, ഫേമസ് ആകണമെന്നൊക്കെ അവനും ആഗ്രഹമുണ്ട്. പക്ഷെ നീ വിചാരിക്കുന്ന പോലെയല്ല ലോകമെന്ന് പറഞ്ഞു അമ്മ അവനെ തടയും. ഒരു ദിവസം അസാമാന്യ കഴിവുള്ളവർക്ക്